വ്യത്യസ്ത പരിപാടികളിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ തോന്നിയ വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു അനുഭവം, വളരെ മലയോര മേഖലയായ പേരാമ്പ്രയിൽ ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ വെളിച്ചം പകർത്താൻ ഏറ്റവും മനോഹരമായി നിർമ്മിക്കപ്പെട്ട ഒരു ഇടം എന്ന നിലയിൽ തന്നെ ഈ സ്ഥാപനത്തിന്റെ ഐശ്വര്യവും ഈ സ്ഥാപനത്തിന്റെ നന്മയും എനിക്ക് നേരിട്ട് കണ്ടറിയാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഏതൊരു സ്ഥാപനത്തിന്റെയും വളർച്ച എന്ന് പറയുന്നത് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നിസ്വാർത്ഥരായ നിഷ്കാമകർമ്മികളായ പ്രവർത്തകന്മാരും അതിന്റെ ഭാരവാഹികളുമാണ്. ജബലന്നൂറിനും അത്തരമൊരു വളരെ ഊഷ്മളമായ ഒരു നേതൃത്വമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഓരോന്നായി പൂവണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ കെട്ടിടം വന്നിരിക്കുന്നു. ഇനിയും ഒരുപാട് വളർച്ചയെ കാത്തിരിക്കുന്ന ഒരു മാതൃകാ സ്ഥാപനമാണ് ഈ ക്യാമ്പസ്. ഇവിടെ ഇസ്ലാമിക ദാവത്തിന് വേണ്ടി സജ്ജരായിട്ടുള്ള വളരെ നല്ല ഒരു വിദ്യാർത്ഥി സംഘത്തെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ്. വിദ്യാർത്ഥികൾ തീർച്ചയായും ഒരു മാതൃകകളാവണം. വിദ്യാർത്ഥികൾ ഒരു ജനതയുടെ ചാലക ശക്തികളാണ്. വിദ്യാർത്ഥികളാണ് ലോകത്തെ ഏറ്റവും വലിയ പരിവർത്തനമുണ്ടാക്കിയത്. ലോകത്തിന്റെ എല്ലാ മാറ്റങ്ങൾക്കും നേതൃത്വം കൊടുത്തത് വിദ്യാർത്ഥികളാണ്. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ പല വിപ്ലവങ്ങളുടെയും പിറകിലേക്ക് അന്വേഷിച്ചാൽ ചരിത്രബോധമുള്ള ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. വിദ്യാർത്ഥിത്വം എന്ന് പറയുന്നത് ഏറ്റവും വലിയ സക്രിയമായി ഉപയോഗിക്കപ്പെടേണ്ട ഒരു ഘട്ടമാണ്. എന്നാൽ ഏറ്റവും വിനാശകരമായി അത് ഉപയോഗപ്പെടുത്തപ്പെടുന്നു എന്നുള്ളത് വളരെ വളരെ പ്രാധാന്യത്തോടെ ഉൾക്കിടലത്തോടെ രക്ഷിതാക്കളും സമൂഹവും അറിയേണ്ടതുണ്ട്. ഇന്നത്തെ പുതിയ യൗവനത്തിന്റെ ഏറ്റവും പ്രയാസകരമായ ഒരു സാഹചര്യം, അവരുടെ ജീവിത പ്രശ്നങ്ങൾ, അവരുടെ ജീവിത രീതികൾ, അവരുടെ ഇടപഴകലുകളുടെ രീതികൾ, അതൊക്കെ ഇന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. പ്രത്യേകിച്ച് മുസ്ലിം സമാജങ്ങൾക്കിടയിൽ, മുസ്ലിം മഹല്ലുകൾക്കിടയിൽ, മുസ്ലിം ജമാഅത്തിനിടയിൽ വളരെ കാലുഷ്യത്തോടെ കടന്നു വരുന്ന ചില പ്രവണതകളെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല. നിങ്ങൾ ആലോചിക്കുന്ന പോലെ ഈ പുതിയ കാലത്തെ, പുതിയ സമൂഹത്തെ ഏറ്റവും നന്നായി സ്വീകരിക്കാനുള്ള ഒരു സംവിധാനമാണ് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകേണ്ടത്. നമ്മളുടെ കുട്ടികളെ കുറിച്ച് പലപ്പോഴും നമ്മൾ ആകുലപ്പെടാറുള്ളത് അവരുടെ പഠന കാര്യത്തിലും അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിലും മാത്രമാണ്. എന്നാൽ വിദ്യാഭ്യാസത്തിന് അയക്കപ്പെടുന്ന ഈ വിദ്യാർത്ഥി എവിടെ എത്തുന്നു എന്ന് രക്ഷിതാക്കൾക്ക് പലപ്പോഴും അന്വേഷിക്കാനാവാറില്ല. എന്റെ കുട്ടി പഠിക്കാൻ പറഞ്ഞയക്കുന്ന കുട്ടി കൃത്യമായി സ്കൂളിലേക്കാണോ എത്തുന്നത്, കൃത്യമായി കോളേജിലേക്കാണോ എത്തുന്നത്, കൃത്യമായി അവർ പഠനത്തിൽ തന്നെയാണോ ഏർപ്പെട്ടിരിക്കുന്നത് എന്നറിയാൻ പലപ്പോഴും നമ്മുടെ രക്ഷിതാക്കൾക്ക് സമയം കിട്ടാറില്ല. എല്ലാം വേഗതയ്ക്ക് വഴിമാറിക്കൊടുക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കാലത്ത് നമ്മുടെ കുട്ടികളെ നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ, നമ്മുടെ യൗവനങ്ങളെ നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ, നമ്മുടെ കൗമാരത്തെ നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ. തീർച്ചയായും ജബലന്നൂർ പോലെയുള്ള മാതൃകാ സ്ഥാപനങ്ങൾ ഇത്തരം മൂല്യനിരാശത്തിനെതിരായിട്ടുള്ള വലിയ പ്രതിരോധമാണ്. ഇത്തരം സ്ഥാപനങ്ങളെ പടുത്തുയർത്തേണ്ടതും സംരക്ഷിക്കേണ്ടതും ഇസ്ലാമിക വിശ്വാസികളുടെ വലിയ ബാധ്യതയാണ്. നമുക്ക് ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് വിദ്യാർത്ഥികളെ നന്മ നിറഞ്ഞവരാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ പല ക്യാമ്പസുകളും നിങ്ങൾ നോക്കൂ, ഇന്ന് ഏറ്റവും വലിയ മൂല്യശോഷണത്തിന്റെ, ജീർണതയുടെ, അപക്വമായ യൗവനത്തിന്റെ അതിരുകടന്ന അഭിനിവേശങ്ങളുടെ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ സ്ഥാപനത്തെ ഒരു മാതൃകയായി ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുന്ന നല്ലൊരു അധ്യാപക വൃന്ദം ഇവിടെയുണ്ട്, നല്ലൊരു മാനേജ്മെന്റ് ഇവിടെയുണ്ട്, നല്ല ഉൾക്കാഴ്ചയുള്ള, സാഹിത്യബോധമുള്ള, പുതിയ കാലത്തെ വായിക്കാൻ അറിയാവുന്ന ഉസ്താദന്മാരുണ്ട്. അതൊരു വലിയ പുണ്യമാണ്. റഫീഖ് സക്കരിയ ഫൈസിയെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെ നിങ്ങളുടെ സ്ഥാപനത്തിന് ലഭിച്ചത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ പ്രഭാഷണവും അദ്ദേഹത്തിന്റെ പ്രസംഗവും അദ്ദേഹത്തിന്റെ വായനയുടെ ആഴവും ഒക്കെ നേരിട്ടറിയാവുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയട്ടെ, ഇത്തരം വലിയ പണ്ഡിതന്മാരെ നമ്മുടെ സമൂഹത്തിന്റെ വിളക്കുമാടങ്ങളാണ്. അവരെ സംരക്ഷിക്കാനും അവർക്ക് പിന്തുണ നൽകാനും അവർക്ക് സ്നേഹവായ്പോടെ അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാ പ്രോത്സാഹനങ്ങളും നൽകേണ്ടത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. കാരണം ഇത്തരമൊരു സ്ഥാപനം ഒരു രാത്രി കൊണ്ടുണ്ടാകുകയില്ല,
ഒരു അത്ഭുതം കൊണ്ട് സംഭവിക്കുന്നതല്ല. നിരന്തരമായ കഠിനാധ്വാനം ഏതൊരു സ്ഥാപനത്തിന്റെയും വളർച്ചയ്ക്ക് പിറകിലുണ്ട്. ഒരു കല്ല് എടുത്തു വെക്കുമ്പോ അതിന് പിറകിൽ പ്രവർത്തിച്ച ആയിരങ്ങളെ കുറിച്ച് നമ്മൾ ഓർക്കണം. ഒരു സ്ഥാപനം എല്ലാം വളർന്നു വരുമ്പോ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വലിയ ത്യാഗികളായ മനുഷ്യന്മാരെ കുറിച്ച് നമ്മൾ ഓർക്കണം. ഇവിടെ ആരും കയറാത്ത ഒരു മലമുകളിൽ ഇങ്ങനൊരു സ്ഥാപനം എല്ലാം ഉണ്ടായി വന്നതാണ്, മെല്ലെ വളർന്നു വന്നതാണ്. ആ വളർച്ചയുടെ ഘട്ടത്തിൽ അതിന് വിയർപ്പൊഴുക്കിയവരാണ് ഇവിടെ, കഠിനാധ്വാനം ചെയ്തവരാണ് ഇവിടെ എന്റെ മുമ്പിലിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ ചെയ്തത് വൃഥാവിലായിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇവിടെ പഠിച്ചു കഴിഞ്ഞു പോകുന്ന വിദ്യാർത്ഥികളുടെ ഒരു ഉൾക്കനം തന്നെയായിരിക്കും, അവരുടെ മനസ്സിന്റെ ഒരു ഉൾക്കനം തന്നെയായിരിക്കും. അത് തീർച്ചയായും നമ്മുടെ സമുദായത്തിന്, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ ജമാഅത്തിന് വലിയൊരു ശക്തി പകരേണ്ടതുണ്ട്. നമുക്കറിയാം, ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലാണ് മുസ്ലിം സമുദായം കടന്നു പോകുന്നത്. ഒരുപാട് പ്രയാസങ്ങൾക്കിടയിലാണ് മുസ്ലിം സമുദായം കടന്നു പോകുന്നത്. ഒരു ഭാഗത്ത് ഭീകരവാദത്തിന്റെ മുദ്ര ചാർത്തപ്പെടുന്നു, മറുഭാഗത്ത് പരിഹസിക്കപ്പെടുന്നു, വിജ്ഞാനമില്ലാത്തവരെന്ന് അധിക്ഷേപിക്കപ്പെടുന്നു. എന്നാൽ അതിനൊക്കെ മാറ്റം വരുത്തേണ്ടത് നമ്മുടെ ഇത്തരം ക്യാമ്പസുകളാണ്. ഇവിടെ മതബോധമുള്ള ഒരു തലമുറ വളർന്നു വരികയാണ്. യഥാർത്ഥ മതത്തിന്റെ ഉൾക്കാഴ്ച അവർക്ക് ലഭ്യമാവുകയാണ്. എന്താണ് ദീൻ ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരു കൂട്ടം ആളുകൾ, ഒരു സഹാബാക്കൾ വന്ന് ചോദിച്ചു, റസൂലേ, അങ്ങ് എന്താണ് ദീൻ എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അദ്ദീനു അന്നസീഹ. ദീൻ എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണ്. ആരോടുള്ള ഗുണകാംക്ഷ? നിങ്ങൾ സമൂഹത്തോട് കാണിക്കുന്ന ഗുണകാംക്ഷ, നിങ്ങളെ സഹോദരങ്ങളോട് കാണിക്കുന്ന ഗുണകാംക്ഷ, നിങ്ങളുടെ വീട്ടുകാരോട് കാണിക്കുന്ന ഗുണകാംക്ഷ, അതാണ് നസീഹത്ത് എന്ന് പറയുന്നത്. ആ നസീഹത്താണ് ദീൻ എന്ന് പഠിപ്പിച്ച അള്ളാഹുവിന്റെ പ്രവാചകന്റെ ദീൻ ഒരിക്കലും കപടമായി അല്ലെങ്കിൽ വ്യത്യസ്തമായി വ്യതിരക്തമായി പരിചയപ്പെടുത്തേണ്ട ഒന്നല്ല. ആ മതത്തിന്റെ എല്ലാ നന്മയും, മതത്തിന്റെ എല്ലാ പുണ്യവും, മതത്തിന്റെ എല്ലാ സൗന്ദര്യവും ഈ ഒരു കാലത്തെ ജനങ്ങൾക്ക് മുമ്പിലേക്ക് നമുക്ക് കൊടുക്കാൻ കഴിയണം. അങ്ങനെ കഴിഞ്ഞിരുന്ന ഒരു വലിയ ജനവിഭാഗമാണ് കേരളത്തിൽ ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി വന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ദഅവത്തിന് വേണ്ടി ഒരു സംഘം ആളുകൾ എത്തിച്ചേർന്ന നാടാണ് കേരളത്തിന്റെ മണ്ണ്. മാലിക് ബിൻ ദീനാറിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം ആളുകൾ കേരളത്തിലേക്ക് കടന്നു വരുമ്പോ ഇവിടുത്തെ ഒരു ചിത്രം ഒരു മുസ്ലിം പോലും ഇല്ലായിരുന്നു. എന്നാൽ ആ സഹാബി വര്യന്മാരുടെ അവരുടെ ത്യാഗപൂർണമായ ജീവിതം, സത്യസന്ധമായ ജീവിതം, മാതൃകാപരമായ ജീവിതം, ആ ജീവിതം കണ്ടുപഠിച്ചാണ് ഒരു വലിയ ജനക്കൂട്ടം ഇസ്ലാമിലേക്ക് ദഅവത്തിന്റെ ഭാഗമായി അവർ കടന്നു വന്ന് ഇസ്ലാമിക പ്രബോധനം ഏറ്റുവാങ്ങി അവർ മുസ്ലിങ്ങളായി മാറി ഒരു വലിയ ജനസഞ്ചയത്തിന് ഇവിടെ വഴി തുറന്നിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഉജ്ജ്വലമായ വിദ്യാഭ്യാസ സ്ഥാപനം നമ്മുടെയൊക്കെ അഭിമാനമാണ്. ഈ അഭിമാനം എക്കാലത്തും നിലനിർത്താൻ നിങ്ങളോടൊപ്പം ഒരു ചെറിയ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ഉണ്ടാകുമെന്ന് മാത്രം വാഗ്ദാനം ചെയ്യുകയാണ്. ബഹുമാന്യനായ നമ്മുടെ ഉസ്താദ് അവർകൾ, ബഹുമാന്യനായ ചെറുശ്ശേരി ഉസ്താദ് അവർകൾ ഇവിടേക്ക് കടന്നു വരികയാണ്. ബഹുമാന്യനായ ഉസ്താദിനെ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഉസ്താദിന് വേണ്ടി വഴിമാറി കൊടുത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അള്ളാഹു നമ്മുടെ ഈ വലിയ ദീനീ പ്രവർത്തനത്തെ അള്ളാഹു സ്വീകരിക്കുന്ന ഒരു അമലാക്കി മാറ്റട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേരളീയ മുസ്ലിം ജനതയുടെ ആധികാരിക പരമോന്നത പണ്ഡിത പ്രസ്ഥാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനുഗ്രഹീതരായ കാര്യദർശി സയ്യിദുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ നമ്മുടെ സ്റ്റേജിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, لا إله إلا الله والله أكبر الله أكبر ولله الحمد. സമാരംഭം കൊടുക്കുകയായി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ആദരണീയരായ ദഅവാ സമിതി കൺവീനർ MK അബ്ദുറഹ്മാൻ മാസ്റ്റർ സംസാരിക്കുന്നു. സാദരം സസ്നേഹം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള
ജമിയത്തുൽ ഉലമയുടെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദ് അവർകളെ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മഹല്ല് നേതൃ സംഗമത്തിന്റെ അധ്യക്ഷൻ കൂടിയായ ബഹുമാനപ്പെട്ട സയ്യിദ് ഗാലിബ് മഷൂർ തങ്ങൾ അവർകളെ, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരൻ അഡ്വക്കേറ്റ് നിസാർ അൽ മഷൂർ തങ്ങൾ അവർകളെ, ബഹുമാനപ്പെട്ട സക്കരിയ ഫൈസി കോയ ഉസ്താദ്, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള നേതാക്കളെ, ഉലമാക്കളെ, ഉമറാക്കളെ, മറ്റ് സഹോദരി സഹോദരന്മാരെ, ഇന്നലെയും മെനഞ്ഞാന്നും ഇന്നുമായി നമ്മൾ മനസ്സിൽ താലോചിച്ചുകൊണ്ട് വന്നിട്ടുള്ള മഹല്ലുകളിലെ ഉലമാക്കളെയും അതുപോലെ തന്നെ ഉമറാക്കളെയും ദീർഘകാലം സേവനം ചെയ്തിട്ടുള്ള ഉലമാക്കളെയും ഉമറാക്കളെയും ഈ സദസ്സിൽ വെച്ച് ആദരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ കോഴിക്കോട് ജില്ലയിൽ പതിനൊന്ന് മേഖലകളിലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കോഴിക്കോട് സിറ്റി, ഫറൂഖ്, കുന്നമംഗലം, ഓമശ്ശേരി, കൊടുവള്ളി, കൊയിലാണ്ടി, പേരാമ്പ്ര, കുറ്റ്യാടി, നാദാപുരം, വടകര, ബാലുശ്ശേരി എന്നീ 11 മേഖലകളിൽ നമ്മുടെ പേരാമ്പ്ര മേഖല എന്ന് പറയുന്നത് ചക്കിട്ടപ്പാറ, ചങ്ങരോത്ത്, കൂത്താളി, പേരാമ്പ്ര, ചെറുവണ്ണൂര്, മേപ്പയ്യൂര്, കീഴേരിയൂര്, അരിക്കുളം, നൊച്ചാട്, നടുവണ്ണൂര്, കോട്ടൂര്, കായണ്ണ, കൂരാച്ചുണ്ട് എന്നീ 13ഓളം മഹല്ലുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതാണ് പേരാമ്പ്ര മേഖല. കൊയിലാണ്ടി താലൂക്കിന്റെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട കോയ ഉസ്താദ് ജനറൽ സെക്രട്ടറി ആയിക്കൊണ്ടിരിക്കെ ഏതാനും 10 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയായ പേരാമ്പ്ര മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ദീനി സേവന രംഗത്ത് ഒരു സമുച്ചയം പടുത്തുയർത്തണം എന്ന് അദ്ദേഹം ഉൾപ്പെടെയുള്ള അന്നത്തെ ഭാരവാഹികളായിട്ടുള്ള പരീദ് മാഷ്, അതുപോലെ തന്നെ തണ്ടോറ കുഞ്ഞബ്ദുള്ള മാസ്റ്ററും ഒക്കെ തന്നെ അവരുടെ മനസ്സിൽ രൂപപ്പെടുത്തിക്കൊണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ പേരാമ്പ്ര മേഖലയിലുള്ള മറ്റ് ഉമറാക്കളെയും ഉലമാക്കളെയും ഒക്കെ തന്നെ സമീപിച്ചുകൊണ്ട് അവരെ ആശയം പങ്കുവെക്കുകയുണ്ടായി. ആ സന്ദർഭത്തിലാണ് ബഹുമാന്യനായ റഫീഖ് സക്കരിയ ഫൈസി പേരാമ്പ്ര മഹലിന്റെ ഖത്തീബായി പേരാമ്പ്രയിലേക്ക് വരികയും അദ്ദേഹവുമായിട്ട് ഈ ആശയം പങ്കുവെക്കുകയും അദ്ദേഹത്തിന്റെ കൂടി അഭിപ്രായം കൂടി കണക്കിലെടുത്തുകൊണ്ട് പേരാമ്പ്ര മേഖലയിലുള്ള എല്ലാ ഉലമാക്കളും ഉമറാക്കളും യോജിച്ചുകൊണ്ട് പേരാമ്പ്ര കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വിദ്യാഭ്യാസ സമുച്ചയത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടി തീരുമാനിച്ചു.
ഭൗതിക വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ആത്മീയ വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ച് കൊണ്ടുപോകുക എന്നുള്ള ഉത്തമ ലക്ഷ്യത്തോടുകൂടി തുടക്കം കുറിച്ചിട്ടുള്ള ആ വിദ്യാഭ്യാസ സമുച്ചയത്തിന്റെ ഒരു ഘട്ടമാണ് ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നത്. ഒരുപാട് സങ്കല്പങ്ങൾ ഞങ്ങൾക്കിതിനുണ്ട്. ഈ വിദ്യാഭ്യാസ സമുച്ചയത്തിൽ മസ്ജിദിനും അതുപോലെ തന്നെ ശരീഅത്ത് കോളേജിനും പുറമെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അതുപോലെ തന്നെ ദഅ്വ സെന്റർ, ബോർഡിംഗ് മദ്രസ, ഹിഫ്ള് കോളേജ്, ഹാൻഡികാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവളെ പരിരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സെന്റർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉയർത്താൻ വേണ്ടിയിട്ട് ഇതിന്റെ ആളുകൾ ലക്ഷ്യമിടുന്നുണ്ട്. ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിന്റെ ഒരു വലിയൊരു കാൽവെപ്പാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. ഞങ്ങള് ഈ പേരാമ്പ്ര മേഖലയിലുള്ള ഈ 13ഓളം പഞ്ചായത്തുകളിലെ എല്ലാ മഹല്ലുകളെയും സംയോജിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ മറ്റെങ്ങുമില്ലാത്ത, മറ്റ് സ്ഥലങ്ങളിലൊന്നുമില്ലാത്ത രൂപത്തിൽ പരിപൂർണമായിട്ടും മഹല്ലുകളുടെ സഹകരണത്തോടുകൂടി അവരുടെ മഹല്ല് നേതൃത്വങ്ങളുടെ നേതൃത്വത്തോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ സംരംഭമാണ് ജബലുന്നൂർ. ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങള് മഹല്ലുകളിലൊക്കെ തന്നെ എത്തിയിട്ടുണ്ടെങ്കിലും എല്ലാ മഹല്ലുകളും തന്നെ ഇത് പരിപൂർണമായും നെഞ്ചിലേറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം വളരെ മെല്ലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമ്മേളനത്തോടുകൂടി നമുക്ക് ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ഒരു കുതിച്ചുചാട്ടം നടത്തേണ്ടതായിട്ടുണ്ട്. അതിന് എനിക്ക് എന്റെ ബഹുമാനപ്പെട്ട എല്ലാ മഹല്ലിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളോടും സൂചിപ്പിക്കാനുള്ളത്, നമ്മളുടെ ഈ സംരംഭം പരിപൂർണമായി ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ കാര്യങ്ങൾ പരിപൂർണമായി വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും അഹോരാത്രം പ്രയത്നിക്കണം എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഞാൻ എന്റെ സ്വാഗത ഭാഷണം നീട്ടുന്നില്ല. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന് മറ്റൊരു പരിപാടിക്ക് എത്രയും പെട്ടെന്ന് പോകാനുള്ളത് കൊണ്ട് തന്നെ എന്റെ സ്വാഗത ഭാഷണം ഞാൻ ചുരുക്കുകയാണ്. ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ ബഹുമാനപ്പെട്ട ഫൈസിയും മറ്റ് ഇതിന്റെ സമന്വിതരായ നേതാക്കളൊക്കെ തന്നെ പലവട്ടം സൂചിപ്പിച്ചത് കൊണ്ട് തന്നെ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. വീണ്ടും ഞാൻ സൂചിപ്പിക്കുന്നു, കേരളത്തിലെ സയ്യിദന്മാരും അതുപോലെ തന്നെ ഉലമാക്കളും ഒക്കെ തന്നെ വളരെ സന്തോഷപൂർവം സ്വീകരിക്കുകയും അവർ താലോലിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് നമ്മൾ അത് ഏറ്റെടുത്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം എന്ന് ഒന്നുകൂടി മഹല്ല് ഭാരവാഹികളോട് സൂചിപ്പിക്കൊണ്ട് നമ്മുടെ ഈ പരിപാടിയില് ഈ മഹല്ല് നേതൃ സംഗമ ചടങ്ങില് അധ്യക്ഷത വഹിക്കുന്നത് ഗൾഫ് മേഖലയിലെ
വിദ്യാഭ്യാസ സാമൂഹ്യ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഇൻഡോ അറബ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട സയ്യിദ് ഗാലിബ് മഷൂർ തങ്ങൾ അവർകളാണ്. അദ്ദേഹത്തെ ഈ സദസ്സിലേക്ക് ഞാൻ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ മേഖലയിലുള്ള വിവിധ മഹല്ലുകളിൽ 20 വർഷത്തിന് മുകളിൽ ദീനി രംഗത്ത് സേവനം ചെയ്തിട്ടുള്ള മഹൽ വ്യക്തികളുടെ ഒരു ആദരിക്കൽ ചടങ്ങ് കൂടി ഇവിടെ നടക്കുന്നുണ്ട്. അവരെ ആദരിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്തയുടെ മുഖ്യ കാര്യദർശിയായിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അവർകളാണ്. അവർകളെ ഞാൻ ബഹുമാനപൂർവ്വം ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വീണ് കിട്ടിയ ഒരു മുഖ്യ അതിഥിയുണ്ട്. നമ്മുടെ അധ്യക്ഷന്റെ സഹോദരൻ കൂടിയ അഡ്വക്കേറ്റ് നിസാർ അൽ മഷൂർ തങ്ങൾ. അദ്ദേഹം നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട APP തങ്ങൾ, EK അബൂബക്കർ ഹാജി പുറക്കാട്, PK ശിഹാബുദ്ദീൻ ഫൈസി കാപ്പാട്, SK ബാക്കബി, സൂപ്പി നരിക്കാട്ടേരി മുതലായ നേതാക്കന്മാര് സംസാരിക്കുന്നുണ്ട്. അവരെ എല്ലാവരെയും ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സദസ്സിലെ വേദിയിലുള്ള നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് CSK തങ്ങളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ചടങ്ങിൽ ആദരിക്കപ്പെടുന്ന വിവിധ മഹല്ലുകളിൽ നിന്നുള്ള ഉലമാക്കളെയും ഉമറാക്കളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ആദരിക്കൽ ചടങ്ങിലേക്കും മഹല്ലെ നേതൃസംഗമത്തിലേക്കും എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് എല്ലാ മഹൽ വ്യക്തികളെയും, എല്ലാ സഹോദരന്മാരെയും, പിഞ്ച് വിദ്യാർത്ഥിനികളെയും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ യോഗ നടപടികൾ നിയന്ത്രിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് കാശിഫ് മസൂർ തങ്ങൾ അവർകളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഇൻഡോ അറബ് സൊസൈറ്റിയുടെ ആദരണീയനായ പ്രസിഡന്റ് സയ്യിദ് ആലിം മഷൂർ കോച്ച് അധ്യക്ഷ ഭാഷണം നടത്തുന്നു. സാദരം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. സദസ്സിലും വേദിയിലും ഇരിക്കുന്ന ദീനിന്റെ പ്രവർത്തകരെ, ശൈഖുന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അവർകളെ, എന്റെ ബഹുമാന്യ ജ്യേഷ്ഠൻ അഡ്വക്കേറ്റ് സയ്യിദ് നിസാർ തങ്ങൾ അവർകളെ, ഈ മഹലിന്റെ പ്രസിഡന്റായിട്ടുള്ള ജനാബ് സയ്യിദ് CSK തങ്ങൾ അവർകളെ, എന്റെ സുഹൃത്തും ഈ ജബൽ നൂർ മസ്ജിദിന്റെയും അതിന്റെ കൂടെയുള്ള എല്ലാ ഗ്രൂപ്പിന്റെയും രക്ഷാധികാരി എന്ന് പറയപ്പെടുന്ന നമ്മുടെ റഫീഖ് ഫൈസി അവർകൾ, അദ്ദേഹത്തിന്റെ പ്രത്യേക ക്ഷണം എനിക്ക് ലഭിക്കുകയുണ്ടായി. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ.
നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ആദ്യമായി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. സദഖല്ലാഹുൽ അലീം. നിങ്ങൾക്ക് നൽകിയ നിഅമത്തിനെ കുറിച്ച് ചോദിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേരാമ്പ്ര ദേശത്ത് താമരശ്ശേരിയിൽ നിന്ന് വന്ന റഫീഖ് ഫൈസി, സക്കരിയ ഫൈസി അവർകൾ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് CSK തങ്ങൾ അവർകൾ, ഈ മഹല്ലിലെ നല്ലവരായ മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും കെട്ടിപ്പടുത്തിയ ഈ മസ്ജിദ്, ജബൽ നൂർ എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ഈ സമുച്ചയത്തിൽ നമുക്ക് ഒത്തൊരുമിച്ച് ഹാദാ ജംഅൻ മർഹൂമ, ഹാദാ ഇജ്തിമാഅൻ മർഹൂമ എന്നുള്ള മലക്കുകളുടെ ദുആയും നമുക്ക് കിട്ടാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ മജ്ലിസിലെ മലക്കുകൾ, അല്ലാഹുവിന്റെ മലക്കുകൾ റിക്കാർഡ് ബുക്കിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, നല്ലവരായ സന്മനസ്സുള്ളവർ ഈ പള്ളിക്ക് വേണ്ടി ഭൂമികളും അതുപോലെ തന്നെ അവരുടെ സ്വർണ്ണാഭരണങ്ങളും പണങ്ങളെല്ലാം തന്നെ സംഭാവന ചെയ്തിരിക്കുന്നു. ഇന്നല്ലാഹ ലാ യുളി അജ്റൽ മുഹ്സിനീൻ. സദഖല്ലാഹുൽ അലീം. അപ്പോൾ നിഅമത്ത് എന്ന് പറയുന്നത്, പ്രിയ സഹോദരന്മാരെ സഹോദരികളെ, ഒരു മനുഷ്യന് 3 പെൺകുട്ടികളുണ്ടായി, ഒരു ആൺകുട്ടിയും ഉണ്ടായി. ഇവിടെ പെൺകുട്ടികളുണ്ടായ ആ വാപ്പാക്കും ഉമ്മാക്കും അള്ളാഹുവിന്റെ ഉത്തരം പറയേണ്ടതില്ല. അപ്പൊ ചോദിക്കുക എന്താണ്? പെൺകുട്ടികൾ എന്ന് പറയുന്നത് റഹ്മത്തും ബറക്കത്തുമാണ്. അതേസമയം ആൺകുട്ടി എന്നുള്ളത് ആ ബാപ്പായുടെ പേര് താബിയായിട്ട് തുടർച്ചയായിട്ട് പേര് വെച്ചുകൊണ്ട്, എന്റെ പേര് ഗാലിബ് എന്നുള്ളത് എന്റെ ബാപ്പാന്റെ പേര് ഗാലിബ് ബിൻ അഹമ്മദ് ബിൻ സൈൻ അൽ ആബിദീൻ അൽ മഷൂർ എന്നുള്ളതാണ്. അപ്പോൾ അത് നിഅമത്താണ് സഹോദരന്മാരെ സഹോദരികളെ. ആ നിഅമത്തിന് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഉത്തരം പറയണം. അപ്പോൾ ഈ ദീനിയായ ഈ കാര്യങ്ങൾ ഈ മസ്ജിദിൽ, ഈ സമുച്ചയത്തിൽ, ഈ ബിൽഡിംഗിൽ, ഈ കോംപ്ലക്സിൽ ആരെല്ലാം ദീനിന് വേണ്ടി പാടുപെട്ടിട്ടുണ്ടോ അവരുടെ എല്ലാം അധ്വാനം നാളെ ആഖിറത്തിലാണ് കിട്ടുക. നമ്മൾ തെങ്ങ് വളർത്തി പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷം തേങ്ങ ഉണ്ടാകുന്നു. പക്ഷേ തെങ്ങ് വളർത്തിയാൽ ഒരുപക്ഷെ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും. പക്ഷെ തെങ്ങിൽ നിന്ന് തേങ്ങയായി വന്ന് ഭക്ഷണം കഴിക്കുന്ന പിൻതലമുറക്കാർക്ക് അതിന്റെ പ്രയോജനം കിട്ടുകയും നാളെ ആഖിറത്തിൽ ഈ തെങ്ങ് നട്ട ആ വ്യക്തിക്ക് അള്ളാഹുവിന്റെ പാരിതോഷികവും റിവാർഡും നൽകപ്പെടും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ദീനിന് വേണ്ടി പരിശ്രമിക്കുകയും ശരീഅത്ത് കോളേജ് ഇവിടെ സ്ഥാപിക്കാൻ ഒരുങ്ങുകയും തയ്യാറെടുക്കുകയും ചെയ്യുന്ന ഈ നല്ല ആൾക്കാർ, ഈ പ്രദേശത്തുള്ള നല്ലവരായ ജനങ്ങൾ അകമഴിഞ്ഞ് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സഹായിക്കുക എന്നുള്ളതാണ്. ഇന്ന ദീൻ ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ദീൻ. ഈ ദീനിനെ ആർക്കും അടിത്തട്ടിലേക്ക് കൊണ്ടുവരാനോ അതല്ലെങ്കിൽ അതിനെ താഴ്ത്താനോ സാധിക്കില്ല. ഇത് അള്ളാഹുവിന്റെ ദീനാണ്. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ആരാണ് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള നല്ല കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തു? മിമ്മൻ ദഅ ഇലല്ലാഹ്. അപ്പോൾ ഒരു ദഅവത്തിന്റെ ഭാഗമായിട്ടാണ് പ്രിയ സഹോദരന്മാരെ സഹോദരികളെ ഈ മഹല്ലിന്റെ നേതൃത്വ യോഗത്തിൽ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള നല്ലവരായ ജനങ്ങളെ അള്ളാഹുവിന്റെ ദഅവത്തിന്റെ ഭാഗമായി നമുക്കിത് കണക്കാക്കപ്പെടാം. ദീനിന്റെ ദഅവത്തിന്റെ ഭാഗമായി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ കുറെ സെയിൽസ്മാൻമാർ ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയാണ്. ഒരു കസ്റ്റമർ വന്നിട്ട് അദ്ദേഹത്തെ തുണി വേണം, പക്ഷേ സെയിൽസ്മാൻമാരെല്ലാം തന്നെ ഒന്നിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ ടെക്സ്റ്റൈൽസിന്റെ അല്ലെങ്കിൽ റെഡിമെയ്ഡ് ഗാർമെന്റ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളില്ല. ഇതേപോലെ പ്രിയ സഹോദരന്മാരെ സഹോദരികളെ നമ്മൾ ദീൻ ഇന്ന് അനാഥമായിരിക്കുകയാണ്. ദീനിന്റെ ദഅവത്തിന്റെ ജോലി ഓരോ മുസ്ലിമിന്റെയും കടമയാണ്. ومن أحسن قولا ممن دعا إلى الله
വഅമില സ്വാലിഹൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തുകൊണ്ടാണ് ഇന്ന് മുസ്ലിമീങ്ങളുടെ ദുആക്ക് ഉത്തരം കിട്ടാത്തത്? പ്ലസ് ആകുന്ന, അതായത് ഒരു ലൈറ്റ് കത്തണമെങ്കിൽ പ്ലസും മൈനസും, പ്ലസ് ആൻഡ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കേബിൾ വേണം. നമ്മളെ മുസ്ലിമീങ്ങളുടെ അടുത്തെല്ലാം ഇന്നുള്ളത് എന്താണ്? പോസിറ്റീവ് ആകുന്ന കേബിളാണ്. അതായത് തൂമിനൂന ബില്ലാഹി വൽ മലായികത്തി വകുതുബി വറുസുലി വൽ ഖൈർ വശർ മിനല്ലാഹി തആല വയൗമിൽ ഖിയാമ. അത് നമ്മൾ ആറാം ക്ലാസ്സിൽ ആറ് കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ പഠിച്ചതാണ്. ഇസ്ലാം കാര്യങ്ങൾ എന്താണ്? 5 അത് നമ്മൾ പഠിച്ചതാണ് അല്ലേ? കലിമത്ത് ത്വയ്യിബ, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. ഇത് രണ്ടും എല്ലാ മുസ്ലിമുകളുടെ അടുത്തുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ അസ്ർ, കാലത്തെക്കുറിച്ച് സത്യം ചെയ്യുക. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യനെല്ലാം നഷ്ടത്തിലാണ്. എന്നിട്ട് എന്താണ് അവിടെ പറയുന്നത്? ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞ 6 ഈമാൻ കാര്യം, 6 കാര്യങ്ങൾ. ആമനു ബില്ലാഹി വമലായികത്തി വകുതുബി വറുസുലി. അതുപോലെ തന്നെ ഇസ്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതാണ് പോസിറ്റീവ് ആകുന്ന കേബിൾ. നെഗറ്റീവ് ആകുന്ന കേബിൾ ഏതാണ് സഹോദരന്മാരെ, സഹോദരികളെ? ദീന്റെ ദഅവത്ത്. അതാണ് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. സദഖല്ലാഹുൽ അദീം. ഇവിടെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാണ് ആൻഡ് ഇങ്ങനെ 4 എണ്ണാണ്. ഈ നെഗറ്റീവ് ആകുന്ന കേബിൾ ആണ് നമ്മുടെ അടുത്ത് ഇല്ലാത്തത്. ദീന്റെ ദഅവത്തിന്റെ ജോലി. ഇപ്പൊ അങ്ങാടിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിന്റെ സമയത്തും ക്യാരം ബോർഡ് കളിക്കാണ്, എല്ലാവും കാർഡ്സ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, സിനിമാ കൊട്ടാരത്തിലായിരിക്കാണ്. അപ്പൊ നമ്മൾ അവനോട് ദീന്റെ ദഅവത്ത് പറയണം. മോനെ, നിന്റെ വാപ്പ മൂമിനാണ്, നീ പള്ളിയിലേക്ക് വരി. ഒരു റക്അത്തിന് വീട്ടിൽ നിന്ന് നമസ്കരിച്ചാൽ 1 റക്അത്തിനെ കൂലിയുള്ളൂ. പക്ഷെ അള്ളാഹുവിന്റെ ഭവനത്തിൽ വന്ന് നമസ്കരിച്ചാൽ 27 റക്അത്തിന് കൂലിയാണ്. അപ്പൊ നമ്മൾ പറയും, ഇതാ സുഹൃത്തെ, എന്റെ വീട്ടിൽ ഭക്ഷണമുണ്ട്. അപ്പൊ പറയാം നല്ല കരിമീനാണ്. അപ്പൊ അവിടെ ഒരു സിഫത്ത് കൊടുക്കുകയാണ്, അവിടെ ഒരു ഫളായില് കൊടുക്കുകയാണ്. അതുപോലെ നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മളെ സഹോദരന്മാരോട്, എന്ത്? വെറുതെ നോക്കിയിരുന്നാൽ പ്രതിഫലം കിട്ടുന്ന 3 കാര്യങ്ങൾ. ഉദാഹരണമായി ഞാൻ നീട്ടുന്നില്ല ഇൻഷാ അല്ലാഹ്. ബാപ്പാന്റെയും ഉമ്മാന്റെയും മുഖം വെറുതെ നോക്കിയിരുന്നാൽ മലക്കുകൾ വന്ന് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അമലി സ്വാലിഹായ അമലായിട്ട്, ഹസനത്തായിട്ട്. 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറഞ്ഞത്. കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ എന്താണ് സഹോദരന്മാരെ, സഹോദരികളെ? കഅബ ഷരീഫിൽ ഇരുന്നു കൊണ്ട് കഅബ ഷരീഫിന്റെ മുമ്പിൽ കഅബ ഷരീഫ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആൻ ഓതുന്നില്ല, ഹദീസ് പഠിക്കുന്നില്ല. അപ്പോഴും നമുക്ക് നമ്മുടെ പ്രതിഫലം വന്നുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തേതാണ് പരിശുദ്ധ ഖുർആൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പരിശുദ്ധ ഖുർആൻ ഓതാൻ അറിയില്ല. അത് നോക്കി നോക്കുന്നതിന്റെ കാരണമായിട്ട് അവിടെ അമലുകൾ സാലിഹായ അമലായി മലക്കുകൾ രേഖപ്പെടുത്തുന്ന കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ഇവിടെ പറഞ്ഞു വരുന്നത്, ഇവിടെ ആയിരക്കണക്കിനുള്ള കച്ചവടക്കാരുണ്ടാവും, എന്നാൽ ഉംറക്ക് പോയവർ 2 പേരായിരിക്കും. അപ്പൊ ഒരാൾ ഒന്ന് പറയും, സുഹൃത്തെ, എത്രയോ വർഷങ്ങളായിട്ടില്ല ഇവിടെ കച്ചവടം ചെയ്യുന്ന, ഒരു ഉംറക്ക് പോയിക്കൂടെ? അപ്പൊ ഈ പറഞ്ഞ വ്യക്തി പറഞ്ഞു മാത്രമേ ഉള്ളൂ ഉംറക്ക് പോകാൻ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന്റെ ദഅവത്ത് കാരണമായി അയാൾ ഉംറക്ക് പോവുകയും തിരിച്ചു വരികയും ചെയ്തു. എന്നാൽ അയാളുടെ ഉംറ കബൂലായിട്ടില്ല. എന്നാൽ പറഞ്ഞ വ്യക്തിക്ക് എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. ബഹുമാനപ്പെട്ട ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ ഇവിടെ എത്തപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഉദ്ഘാടകൻ ഇവിടെ എത്തിയ സ്ഥിതിക്ക് ഇനി നീട്ടിക്കൊണ്ടു പോകുന്നതിൽ അർത്ഥമില്ല. എന്നിരുന്നാലും പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഈ നിഅമത്ത്, അനുഗ്രഹം നാളെ ചോദ്യം ചെയ്യപ്പെടും. നമ്മളൊരു വാച്ച് വാങ്ങിച്ചാൽ അതിനൊരു ഗ്യാരണ്ടി ഉണ്ട്. ശരി, എന്നാൽ ഈ കെട്ടുന്ന ശരീരത്തിന് നമ്മുടെ കൈക്ക് ഗ്യാരണ്ടിയില്ല. ഈ ഗ്യാരണ്ടി ഇല്ലാത്ത വസ്തുവാണ് നമ്മൾ. അതുകൊണ്ട് അവർ നാളെ മുതൽ സുബഹി നമസ്കാരം ഇമാം ജമാഅത്തായി നമസ്കരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുക.
ഇൻഷാ അല്ലാഹ് ഇവിടെ അവസരം എനിക്ക് തന്ന നമ്മുടെ റഫീഖ് സക്കരിയ ഫൈസി അവർക്കും ഇതിന്റെ സംഘാടകർക്കും ഞാൻ നന്ദി പറയുകയും അള്ളാഹുവിനോട് കൂടുതൽ നന്ദി പറയുകയും ചെയ്തുകൊണ്ട് വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മോട് സംസാരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉദ്ഘാടനത്തിന് വേണ്ടി സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മൂത്തപുത്രൻ ഇവിടെ എത്തപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഈ മൈക്രോഫോണിന്റെ മുമ്പിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉദ്ഘാടന ഭാഷണം നടത്തുന്നതിനു വേണ്ടി ആദരണീയരായ പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങളെ സവിനയം സസ്നേഹം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ സയ്യിദിനാ മുഹമ്മദ് വഅലിഹി വസഹ്ബിഹി ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഇൻഡോ അറബ് സൊസൈറ്റി പ്രസിഡന്റുമായ സയ്യിദ് ഖാലിദ് മഷ്റൂർ തങ്ങൾക്ക് പോയിട്ടുള്ളവരെ, ബഹുമാനപ്പെട്ട സമസ്ത ജനറൽ സെക്രട്ടറി ഷെയ്ഖുന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അവരെ, APB തങ്ങൾ അവരെ, PK ഷിഹാബുദ്ദീൻ പൈസി അവരെ, SK ബാക്കി അവരെ, നിസാർ തങ്ങൾ അവരെ, സക്കരിയ പൈസി, പട്ടുസയിൽ സന്നിധരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ജബൽനൂർ ദശാബ്ദ കമ്മിറ്റി ഭാരവാഹികളെ, സദസ്സിൽ സന്നിധരായിരിക്കുന്ന സഹോദരന്മാരെ, പണ്ഡിതന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജബൽനൂർ ദശാബ്ദിയും അതിനോടനുബന്ധിച്ച് കെട്ടിട ഉദ്ഘാടന സമ്മേളനത്തിൻ്റെയും ഔപചാരികമായ ഉദ്ഘാടന വേളയും അതിനോടനുബന്ധിച്ച് നടത്തുന്ന ഇന്നത്തെ മഹല്ല് നേത്രസംഗമത്തിൻ്റെയും അല്ലാഹുമ്മ സദസ്സും ഈ ഒത്തുചേരൽ സ്വാലിഹാനെ സ്വീകരിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പേരാമ്പ്ര ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഇവിടുത്തെ ഇതിനുവേണ്ടി വളരെയധികം പ്രയത്നം ചെയ്ത് ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത സക്രിയ പൈസയും അതുപോലെ കുവൈത്ത് കമ്മിറ്റിയുമായി ബന്ധത്തിൻ്റെ അവരുടെയൊക്കെ അശ്രാന്ത ഫലമായി പടുത്തുയർത്തിയ ഈ ജബലുന്നൂർ എന്ന സമുച്ചയം ഇന്നിവിടെ ഇതിൻ്റെ ആഘോഷവേളയിലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രാധാന്യം ഇന്ന് വളരെയധികം അതിൻ്റെ പ്രസക്തിയും പ്രാധാന്യവുമായി ഈ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പേര് കൊണ്ട് തന്നെ വളരെയധികം പ്രസക്തിയും അത് ഇന്ന് നമുക്ക് തന്നെ സ്ഥാപനത്തെ അതിൻ്റെ ഭാഗത്തും പല അതിനുവേണ്ടി വളരെയധികം ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയും അതുപോലെ ഇതിനോട് ബന്ധിച്ച് നടത്തുന്ന മതവിജ്ഞാന കേന്ദ്രങ്ങളായ ഒട്ടനവധി സ്ഥാപനങ്ങൾ ഇന്ന് ഇവിടെ സാധ്യമാക്കുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിവിടെ പൂർത്തീകരിക്കുവാനും ഒക്കെ ഇന്ന് ഈ മതവിജ്ഞാന കേന്ദ്രം, മുസ്ലിം സാംസ്കാരിക ബോധം, സാമൂഹിക പുരോഗതി, ഇഖ്റ എന്ന സന്ദേശം ജബൽനൂർ വാർത്താക്കളായി ഇന്ന് ഈ സംരംഭത്തിന് സംരംഭം മുന്നോട്ട് പോവുകയാണ്. ആ മതഭൗതിക വിജ്ഞാനം ഇന്ന് ഈ ലോകത്ത് ഇന്ന് നമുക്ക്
നേടിയെടുക്കുവാൻ ഇത്തരം പോലുള്ള സംരംഭങ്ങളിലൂടെയാണ് നമുക്ക് സാധിക്കുന്നത് എന്നുള്ളതാണ്. അതിന് ദീനിനോട് താല്പര്യം കുറവുള്ള ആളുകൾ അത് മതബോധം സൃഷ്ടിക്കുവാൻ ഇത്തരം പോലുള്ള സ്ഥാപനങ്ങൾ ഇന്ന് പേരാമ്പ്ര മേഖലയിൽ തന്നെ ഇവിടെ ഈ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ഇതിനുവേണ്ടി ശ്രമം ആരംഭിക്കുകയും കുവൈത്തിൽ ഇതിന്റെ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അവിടുത്തെ ഒരു കമ്മിറ്റിയുടെ മുഖേനയാണ് ഇത്രയും ഈ മേഖലയിൽ മണ്ഡലത്തിലും ഇത് വളരെ ഏറെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയും അത് ഇവിടെ ഈ പ്രസ്ഥാനത്തിലൂടെ ഇവിടെ വളരുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇങ്ങനെയുള്ള ഈ സ്ഥാപനങ്ങൾ വരുന്നതോടുകൂടി മതവിജ്ഞാന രംഗത്ത് വളർന്നു വരുവാൻ പ്രതിഭകളെ വാർത്തെടുക്കുവാനും നമുക്ക് ഇതിലൂടെ സാധിക്കുമെന്നുള്ളതാണ്. നേത്ര സംഗമമാണ് എന്ന് ഇവിടുത്തെ പ്രധാന വിഷയം എന്നുള്ളതാണ്. ഈ സംഗമം തന്നെ നമുക്ക് ഇതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മ എന്നുള്ള ഇതിലൂടെ നമുക്ക് വളർത്തിയെടുക്കുവാൻ ഈ ജബലുന്നൂർ എന്ന സംരംഭത്തെ വളർത്തിക്കൊണ്ടുവരുവാനും അത് ഞങ്ങളിലേക്ക് എത്തിക്കുവാനും ഒക്കെ നമുക്ക് ഇതിലൂടെ സാധിക്കും എന്നുള്ളതാണ്. അതിനൊരു കൂട്ടായ്മ വേണം, ഐക്യത്തോടു കൂടി പ്രവർത്തിക്കുവാൻ ഇതിനു വേണ്ടി സഹകരിക്കുകയും അതുപോലെ സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ ഇതിനൊട്ടുപരി കാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ ഏതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തോടെ പിടിക്കാൻ സാധിക്കുന്ന ചരിത്ര ഗ്രന്ഥമാണ് എന്നുള്ളതാണ്. അത് മാനവീയതയെ ഉണർത്തുന്ന ചരിത്ര താളുകളാണ് എന്നുള്ളതാണ്. ആ വിശുദ്ധ ഖുർആൻ പരസ്പര സഹകരണങ്ങൾ ചെയ്ത് കൊടുക്കണമെന്നും മത സൗഹാർദ്ദം നിലനിർത്തുമെന്നും സാഹോദര്യം മനോഭാവത്തോട് നിലകൊള്ളുമെന്നും ലോകത്തോട് നിർവചിക്കുന്നു എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ ഈ ഗ്രന്ഥം കൊണ്ടാണ് പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക മഹലാനത്തിൽ നിന്നും ഇസ്ലാമിക പ്രബോധനം നടത്തിയത് എന്നുള്ളതാണ്. അന്നത്തെ അറബ് സാഹിത്യകന്മാരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഖുർആൻ അവതീർണമായത് എന്നുള്ളതാണ്. പ്രവാചകൻ അറബ് സാഹിത്യകാരനോട് ഖുർആനിലെ സൂക്തങ്ങളോട് തുല്യം വെക്കുന്ന മറ്റൊരു സൂക്തം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അവർ ലിബിഹാരായി പിന്തിരിഞ്ഞു പോയ സാഹചര്യമാണ് ഉണ്ടായതെന്നുള്ളതാണ്. അതിനെ ഇവിടെ ഇതിനോട് ബന്ധിച്ച് ഇങ്ങനെയാണ് ഇന്നലെയും ഇവിടെ റഹ്മത്തുള്ളാഹി ഖാസിമിയുടെയും ഖുർആൻ ക്ലാസുകൾ അതുപോലെ ഇതിന്റെ പൂർത്തീകരണത്തിനുമൊക്കെ ആയി പല ആവശ്യങ്ങളുമായി അദ്ദേഹം ഇവിടെ ക്ലാസ് എടുക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ആ പ്രഭാഷണത്തിനും ഇവിടെ ഈ ജബൽനൂറിലും അദ്ദേഹം ഇവിടെ വന്നു ഇതിന്റെ പൂർത്തീകരണ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ അത് ഇതിനു വേണ്ടി ഉള്ള ഒട്ടേറെ കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹം സംഭാവനകളായി മറ്റും അദ്ദേഹത്തിന്റെ ശ്രമങ്ങളാൽ നടന്നു എന്നും അതുപോലെ ഇനിയും ഈ സംരംഭം വളർന്നു വരുവാനും ഇത് ഒരു വലിയ ഒരു മതവിജ്ഞാന കേന്ദ്രമായി തന്നെ ഈ സക്രിയ വായിച്ചവരുടെ നേതൃത്വത്തിലും അതുപോലെ കുവൈത്ത് കമ്മിറ്റി മുഖേനയും ഇനിയും ഇത് പുരോഗതിയിലേക്ക് നയിക്കുമാറാകട്ടെ. അത് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ സന്ദേശം അള്ളാഹു നിറവേറ്റി തീർമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജബൽനൂർ ഉദ്ഘാടന ദശാബ്ദിയുടെ ആഘോഷങ്ങളുടെ സമാപനമായാണ് വൈകുന്നേരം വലിയൊരു മഹാസമ്മേളനം പ്രമുഖ നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടും ഇവിടെ നടക്കുകയാണ്. അതിനു മുന്നേ ഇവിടെ ചെറുശ്ശേരി ഉസ്താദിന്റെയും അതുപോലെ മറ്റു ബന്ധന്മാരെയും പ്രഭാഷണങ്ങൾ ഇവിടെ നടക്കുവാൻ പോകുന്നു. ഞാൻ അധികം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഞാൻ
ഈ ജമൽനൂർ ദശാബ്ദത്തോടനുബന്ധിച്ച് ഇനിയും വിജയധര മത ഭൗതിക വിജ്ഞാന രംഗത്ത് ഈ വളർന്നു വരുന്ന സ്ഥാപനം ഈ മേഖലയിലെ ഒരു വലിയ ആശാകേന്ദ്രമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു. ഇതിൻ്റെ ഈ നേതൃസംഗമത്തിൻ്റെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരളീയ മുസ്ലിം ജനതയുടെ ആധികാരിക പരമോന്നത പണ്ഡിത പ്രസ്ഥാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനുഗ്രഹീതരായ ജനറൽ സെക്രട്ടറി وأشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق والصلاة والسلام على أشرف رسل الله وعلى آله وصحابه الفائزين برضا الله. أما بعد فأوصيكم أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. صدق الله مولانا العظيم. വന്യരായ സാദാത്തുക്കളെ, ഉലമാക്കളെ, കാരണവന്മാരെ, ഉമറാക്കളെ, മഹൽ വ്യക്തികളെ, സഹോദരീ സഹോദരന്മാരെ, ജബൽ നൂർ ദശാബ്ദിയും കെട്ടിട ഉദ്ഘാടനവും നടക്കുന്ന ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ തൗഫീഖ് തന്ന റബ്ബുൽ ഇസ്സത്തിനെ ആദ്യമായി ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇതിന് കളമൊരുക്കിയ സംഘാടകരെയും പ്രവർത്തകരെയും സഹായികളെയും ഞാൻ അഭിനന്ദിക്കുകയും അല്ലാഹു തആല രണ്ടു വീട്ടിലും അവർക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ ഓതിക്കേൾപ്പിച്ച ആയത്തിന്റെ ചുരുക്കാർത്ഥം മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ സംസാരം ഞാൻ ചുരുക്കുന്നതാണ്. അൽ യൗമ, ഇന്ന്, അതായത് പുണ്യനബിയുടെ ഹജ്ജത്തുൽ വദാഇൽ അറഫയിൽ സമ്മേളിച്ച ആ ദിവസത്തിൽ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾക്കുള്ള ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നു. ദീന്റെ പൂർത്തീകരണം ഒന്നാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ തുടങ്ങി വെച്ച ദീൻ എന്റെ പൂർത്തീകരണമാണ് ഇന്ന് പുണ്യനബിയുടെ അറഫ സമ്മേളനത്തിൽ. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ നിഅമത്തെല്ലാം ഇന്നാണ് ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചിട്ടുള്ളത്. റളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ദീനുൽ ഇസ്ലാം ദീനായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ ആയത്തിന്റെ ചുരുക്കസാരം. പരിശുദ്ധ ഖുർആനിൽ ഏതാനും അവസാനം ഇറക്കപ്പെട്ട ആയത്തത്. ഇതിന്റെ ശേഷം നിയമം വന്ന ഒരായത്തും വന്നിട്ടില്ല. എല്ലാ നിയമങ്ങളും ഇന്നത്തോടു കൂടെ തീർന്നു എന്നാണ് ഈ ആയത്ത് പറയുന്നത്. പിന്നീട് ഒരു കൽപ്പനയും ബഹുമാനപ്പെട്ട ദീനിൽ വന്നിട്ടില്ല. ഈ ആയത്തിറങ്ങിയതിനു ശേഷം ഒരു 80-ൽ പരം ദിവസമാണ് ഈ ലോകത്ത് പുണ്യനബി താമസിച്ചത്. അതായത് ദുൽഹജ്ജ് 9-ന്റെ അന്ന് അറഫ, അന്ന് ഈ ആയത്തിറങ്ങി. പിന്നെ ദുൽഹജ്ജ് 10-20 ദിവസം, മുഹറം, സഫർ, അങ്ങനെ 60 ദിവസം, പിന്നെ റബീഉൽ അവ്വൽ തങ്ങൾ വഫാത്തായി ചെയ്തു. അപ്പൊ ഏറ്റവും അധികം ഏതാനും അവസാനം ഇറങ്ങിയ ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. പിന്നെ ആകെ ഇറങ്ങിയത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുളമൂൻ. ആയത്ത പിന്നെ ഇറങ്ങി. അതോടുകൂടെ സമാപനം കഴിഞ്ഞു. പിന്നെ ഒന്നും അറിഞ്ഞിട്ടില്ല. ആ ആയത്താണെങ്കിൽ ഒരു താക്കീതാണ് നമ്മോട്, ലോകത്തോട്. വത്തഖൂ യൗമൻ, ഒരു ദിവസത്തിനെ സൂക്ഷിച്ച് നടക്കുന്നതൊക്കെ നല്ലത്. തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങളൊക്കെ റബ്ബിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം, അത് സൂക്ഷിച്ച് നടന്നോളി. എങ്ങനെയാണ് സൂക്ഷിച്ച് നടക്കേണ്ടത്? അത് ഈ 23 കാലം കൊല്ലത്തിനുള്ളിലായിട്ട് ഇവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നതിന്റെ സമാപനം. അതനുസരിച്ചൊക്കെ നടക്കുക നമുക്ക് നല്ലത്. തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്.
പിന്നെ ഓരോ ദേഹവും പ്രവർത്തിച്ച ഗുണദോഷങ്ങൾ അവന് അതിന്റെ കൂലി, അവന്റെ ശിക്ഷ നൽകപ്പെടും ആ ദിവസം. വഹും ലാ യുളമൂൻ. അങ്ങനെ ശിക്ഷകളും മറ്റൊക്കെ നൽകപ്പെടുന്ന സമയത്ത് ആരും ഒരു കള്ളുമണി ആക്രമിക്കപ്പെടൂല. പരിശുദ്ധ ഖുർആന്റെ ഏറ്റവും അവസാനത്തെ വാക്യം എന്ന് പറഞ്ഞാൽ ലാ യുളമൂൻ. ഈ ദീനിൽ അക്രമോ അനീതിയോ ഒന്നും ചെയ്യൂല, ആകെ നേരെ ആ വഴിക്ക് മാത്രം. ഇതാണ് പരിശുദ്ധ ഖുർആന്റെ ഏറ്റവും അവസാനത്തെ വാക്യം. അന്ന് തുടക്കം ഇഖ്റ, വായിക്കുവീൻ പഠിക്കുവീൻ. വിജ്ഞാനത്തെ പറ്റി പ്രോത്സാഹിപ്പിച്ചു, കലമിനെ പറ്റി പരിചയപ്പെടുത്തി. ഇത്രയധികം മനോഹരമായ ഒരു ദീൻ ലോകത്ത് ഇറക്കപ്പെട്ടിട്ടില്ല. അതിന്റെ പ്രത്യേക ലക്ഷണമാണ്. ഒന്ന്, വിജ്ഞാനത്തിന് പ്രേരിപ്പിച്ചു ആദ്യം തന്നെ. അവസാനം ആരെയും ആക്രമിക്കപ്പെടില്ല, തോന്നിയാസം ചെയ്യുമ്പോൾ നടക്കാൻ സംഭവിച്ചില്ല എന്ന് മാത്രം. അപ്പൊ ഈ ആയത്തിറങ്ങി നിന്ന് പുണ്യനബിയുടെ അറഫാ സമ്മേളനത്തിൽ അസറിന്റെ ശേഷം തങ്ങൾ വലിയ ശക്തിയുള്ള ഒട്ടകപ്പുറത്ത് കയറി ഇരിക്കുന്ന സമയത്താണ് ഈ ആയത്തിറങ്ങിയത്. അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഈ ആയത്തിന്റെ ശക്തി കൊണ്ട് പരിശുദ്ധ ഖുർആന്റെ ഏതാനും അവസാനത്തെ വാക്യം ദീനൊക്കെ പൂർത്തീകരിച്ചു എന്നറിയിക്കുന്ന അറിയിപ്പ് ഇതിൽ ധാരാളത്. വലിയ ശക്തിയിൽ ഒരു ഒട്ട കണ്ട് കൗന്ന് പള്ളട്ട് കടന്നുപോയി, താങ്ങിയിരുന്നു നിൽക്കാഞ്ഞിട്ട് കാല് മടക്കിയിട്ട് ഒറ്റ കിടത്തം. പരിശുദ്ധ ഖുർആൻ ഇറങ്ങും തന്നെ വലിയ ഭാരാണ്. മറ്റായത്തിൽ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, വളരെ ഭാരമുള്ള വാക്യങ്ങളാണ് നാം തങ്ങൾക്ക് ഇറക്കുന്നത്. ഇതിലെല്ലാമ്പാള ഭാരാണ് ഈ ആയത്തിലുള്ളത്. ഒട്ടകം തന്നെ താങ്ങിയിട്ട് നിന്നില്ല, അത് കടന്നുപോയി. ഈ ആയത്തിറങ്ങിയൊന്ന് പല അത്ഭുതങ്ങളും മഹാന്മാർ രേഖപ്പെടുത്തി കാണുന്നു. ഒന്ന്, നമ്മുടെ ഒരു ആഘോഷമാണ് പെരുന്നാൾ, ഇതരന്മാരുടെ ആഘോഷമാണ് വിഷു അല്ലെങ്കിൽ ഓണം ഒക്കെ. രണ്ടും കൂടി ഒത്തുവരല് അപൂർവ. പെരുന്നാൾ വേറെ ദിവസം, ഓണം വേറെ ദിവസം, ഇങ്ങനെയാണ് അധികവും. അപൂർവമായി ഒത്തുകൂടായില്ല. പക്ഷെ ഈ ആയത്തിറങ്ങിയെന്ന് 4-5 വിഭാഗത്തിന്റെ പെരുന്നാളുകൾ സമ്മേളിച്ച ദിവസം. യഹൂദികൾക്ക് അന്നൊരു സുദിനാണ്, നസാറകൾക്കും അങ്ങനെ തന്നെ വലിയൊരു പ്രധാനപ്പെട്ട ദിവസമാണ്, മജൂസികൾക്കും അങ്ങനെ തന്നെ 3 വിഭാഗത്തിനും. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അറഫ ദിനമാണ് മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചു ചേർത്ത ലോക മുസൽമാന്റെ വാർഷിക മഹാസമ്മേളനമാണ് അറഫ. പിന്നെ ഇതിന്റെ പിറ്റേന്ന് വലിയിരുന്നോളും. ആകപ്പാടെ നോക്കുമ്പോൾ ഒരു 4-5 വിഭാഗത്തിന്റെ പെരുന്നാളുകൾ സമ്മേളിച്ച ദിവസമാണ് ഈ ആയത്തിറങ്ങിയതെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി. ഇങ്ങനൊക്കെ പാടെ ഒത്തുവരൽ മുമ്പ് ലോകത്തുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല എന്നാണ് മഹാന്മാർ പറഞ്ഞത്. അത്ര പ്രധാനപ്പെട്ട സന്ദർഭവും ആശയവുമാണ് ഇവിടെ പറഞ്ഞത്. പുണ്യനബിയുടെ വഫാത്തോടുകൂടെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മൂടിട്ട മുഖം പൊന്തിച്ചുകൊണ്ട് മുഖത്ത് കടന്ന് നാറ്റിക്കൊണ്ട് പറയുകയുണ്ടായി. പല വാക്യങ്ങൾ പറഞ്ഞതിൽ മൊങ്കത്താലി മൗത്തിക്ക മാലം തങ്കത്തെ നിൻ മൗത്തി അഹദിൻ മിൻ ഖബ്ലിക. തങ്ങളെ മുമ്പ് 1.25 ലക്ഷത്തോളം അമ്പിയാക്കന്മാരുടെ മരിച്ചിട്ടുണ്ട്. അന്നൊന്നും മുറിയാത്തൊരു കയറ് ഇന്ന് മുറിഞ്ഞു, നറ്റുപോയി എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പല വാചകങ്ങൾ പറഞ്ഞിൽപ്പെട്ട ഒന്നാണത്. ഞങ്ങളെ മരണത്തിന് വേണ്ടി ഒരു കയററ്റു. മുൻകാലം അമ്പിയാക്കന്മാരുടെ മരണത്തിലൊന്നും അത് അറ്റിട്ടില്ല. മൂസാ നബി മരിച്ചെന്ന് ആ കയറ് അറ്റിട്ടില്ല, ഇബ്രാഹിം നബി മരണപ്പെട്ടെന്ന് അറ്റിട്ടില്ല. ഇന്നിപ്പോ ആ കയററ്റു. ഈ വ്യാഖ്യാനിക്കപ്പെടുന്നത് അമ്പിയാക്കന്മാരുടെ ശൃംഖല എന്ന് തോന്നുന്നു എന്നാണ് ആ പറയുന്ന അർത്ഥമെന്ന് മഹാന്മാർ വിശദീകരിക്കും. ആ കയററ്റുപോയി ഇന്നത്തുണ്ട് എന്ന്. അതിന്റെ പ്രതിവിധിയായി കാലയെ കൂട്ടി തന്നെ പുണ്യനബി നിശ്ചയിച്ചത് ഓരോ കാലത്തുള്ള 2 വിഭാഗത്തെയാണ്. അൽ ഉലമാ വൽ ഉമറാ. ഈ ദീൻ സംരക്ഷിക്കാൻ. ഈ ദീൻ എന്ന് പറഞ്ഞത് പൂൻ മുളക്കണമായിരി തന്നാലെ മോശമുണ്ടാകണമല്ലത്.
അല്ലാതെ കഠിനാധ്വാനം ചെയ്യണേ എന്റെ പിന്നിൽ. കാരണം 1.25 ലക്ഷത്തോളം അമ്പിയാക്കന്മാരുടെ അയച്ചത് അതിന് പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. 10,000 ശുഹദാക്കൾ ഈ ലോകത്ത് ഈ ഭൂമിയിൽ താമസിക്കുന്നത് അതിനു വേണ്ടി പണിയെടുത്താണ്. അപ്പൊ വളരെ കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ ഇത് വലുതാവുള്ളൂ. ദീന് ധാന വലുതാക്കാൻ റബ്ബിന് കഴിയാഞ്ഞിട്ടല്ല. കൂനൊക്കെ ഇപ്പൊ നമ്മൾ നട്ടു വളർത്തേണ്ടത് താന ഉണ്ടായിട്ട് വന്നു, അത് വേറെ അതുപോലെ ഉണ്ടാകണല്ല ദീന്. അപ്പൊ അതിന് പ്രവർത്തിക്കണം. ആരാണ് പിന്നെ അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ ഏൽപ്പിച്ചത്? അത് ഉലമാ ഉമറ, നാട്ടിന്റെ ഓരോ നാട്ടിലുമുള്ള ഉലമാക്കൾ ഉമറാക്കൾ, അവരാണ് നേതൃത്വം നൽകേണ്ടത്. ഉള്ള മറ്റു മുസ്ലിമീങ്ങൾ മുഅ്മിനാത്തുകൾ അതിന് സൈഡും ചെയ്യണം. ഇങ്ങനെയാണ് ഈ ദീൻ പിന്നെ ഉയർത്തി കൊണ്ടുപോകേണ്ടത് എന്ന്. സിൻഫാനി മിൻ ഉമ്മത്തി, എന്റെ സമൂഹത്തിൽപ്പെട്ട 2 വിഭാഗം. ഒരു നന്നായാൽ സമൂഹം നന്നായി, ഒരു കേടുവന്നാൽ സമൂഹം ഇരക്കായി. അൽ ഉലമാ വൽ ഉമറാ, ഒരാരാണ്? അതാത് കാലത്തുള്ള ഉമറാക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ. ഉലമാവിനെ സഹായിക്കാൻ ഉമറാ എപ്പോഴും നിന്നോളണം. ഉമറാക്കൾ എന്ന് പറഞ്ഞാൽ നാട്ടുപ്രധാനികൾ. എന്തിനാ ഈ നാട്ടുപ്രധാനികളെ കുറെ ആളുകളെ പ്രധാനിയാക്കുന്നത്? എന്തിനാണ് കുറെ കഴിവും പ്രാപ്തിയൊക്കെ ഒരു വിഭാഗത്തിന് കൊടുക്കുന്നത്? പരിശുദ്ധ ഖുർആൻ അതിനെപ്പറ്റി പറയുന്നത് ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു, ഒരു വിഭാഗം ആളുകളെ റബ്ബൊന്ന് പരീക്ഷിച്ചാൽ ഫഅക്റമഹു വനഅമഹു, അവന് കുറെ നിഅമത്ത് കൊടുത്തു, അവനൊന്ന് മാന്യനാക്കി, ഒരു ഉയർന്ന സ്ഥാനമുള്ളവനാക്കി, ബാക്കിന് വില പരീക്ഷിച്ചാൽ ഫയഖൂലു റബ്ബി അക്റമൻ, ഓല് പറയും, എന്നെ വിചാരിക്കും എന്റെ റബ്ബിനെ ബഹുമാനിച്ചു മാനിച്ചു, ഞാൻ വലിയ ആളാണ് എന്നൊക്കെ അവര് വിചാരിക്കും, അല്ലേ പറയും. അമ്മായിദാ മബ്തലാഹു, മറ്റൊരു വിഭാഗത്തെ നാം പരീക്ഷിച്ചാൽ ഫഖദറ അലൈഹി റിസ്ഖഹു, റിസ്ഖ് വരെ കുറിച്ചാക്കി. 2 ലിറ്റർ അരി വൈകുന്നേരം കിട്ടാനുള്ള ഒരു ബൈജോന് കൊടുത്തിട്ടില്ല. ശരിക്ക് കിടന്നുറങ്ങാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുത്തിട്ടില്ല. അതിൽ വണ്ടി ഓഫീസിനും മറ്റുമൊക്കെ ലേറ്റ് കെടുത്താൽ കിടക്കാൻ വിചാരിച്ച് കാത്തിക്കാവാൻ. ഇങ്ങനത്തെ ഒരു വിഭാഗത്തെ നമ്മൾ പരീക്ഷിച്ചാൽ ഫയഖൂലു റബ്ബി അഹാനൻ, അവർ പറയും എന്റെ റബ്ബനെ നിസ്സാരപ്പെടുത്തി, ഞാൻ ഭാഗ്യം കുറഞ്ഞ ആളാണ്, എന്റെ തലോട്ടുള്ള വില ശരിയില്ല, എന്റെ ചന്തിമുള്ള കാക്കാപ്പുള്ളി കുരുത്തം കെട്ടതാണ് എന്നൊക്കെ ആ സാധു പറയും. അല്ല, 2 ശരിയല്ല. പരിശുദ്ധ ഖുർആൻ 2 പരീക്ഷാ മേഖല. ഇനി അതിൽ ജയിക്കേണ്ടതുണ്ട്. അത് ജയിച്ചാൽ ഒനിയും ഷാക്കിർ, നന്ദിയുള്ള ധനാഢ്യൻ എന്ന് ശരിയാത്തിലൊരു പേരുണ്ട്. ആ ജയിച്ചവന്റെ പേര്. മറ്റവന്റെ പേര് ഫക്കീറുൻ സാബിർ, ക്ഷമിച്ച ഫക്കീർ. 2 വിജയത്തിന്റെ മേഖലയാണ്. അവരോട് പറഞ്ഞ കൂലി ചെയ്ത് ഇവരോട് പറഞ്ഞ ബലം ചെയ്താൽ അവിടെ മാന്യനായി. ഈ 2 വിഭാഗം പരീക്ഷണം കൊണ്ടൊന്നും ആയിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അപ്പൊ ഓരോ നാട്ടിലൊക്കെ എന്തിനാപ്പം കുറെ ശക്തിയുള്ളവരെയും കുറച്ച് പ്രാപ്തിയുള്ളവരെയും കഴിവുള്ളവരെയും ഒക്കെ കൊടുക്കണം? എന്തിനാണ്? എന്റെ ഒരു കാര്യമായ ഭാഗം ബഹുമാനപ്പെട്ട ദീനിനെ സഹായിച്ചോളണം. സഹായിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് പരീക്ഷയാണ്. പിന്നെ അവർക്ക് കുറച്ച് കയ്യോ കൊടുത്തിട്ടുണ്ടാ റബ്ബിന്റെ തപ്പ പ്രത്യേകം. ആ കൊടുത്തിട്ടോ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ഇല്ലേ, അവൻ അങ്ങനെ പരീക്ഷിച്ചിട്ട് എന്തവൻ ചെയ്തു? അപ്പൊ ഉമറാക്കൾ ഈ ദീന്റെ ശക്തിക്ക് ഒഴിച്ചുകൂടാത്ത, അതിനനുസരിച്ച് നേതൃത്വം എടുക്കാൻ ഉലമാക്കളും വേണം. ഉലമാവിന് സ്വന്തം കഴിയൂല. ഉലമാവിനെ സഹായിക്കാൻ ഉമറ വേണം. ഉമറാക്കൾക്ക് സ്വന്തം മുന്നോട്ട് നീങ്ങാൻ കഴിയൂല. ഓല് പഠിക്കാത്തവരായതുകൊണ്ട് എലിയാണ് പോകും. അപ്പം ദീനീ പ്രവർത്തനം കേടായും വരും ചിലപ്പം. അവർ 2 കൂടിയും കൂടുമ്പോഴാണ്. അതിനാണ് ഇപ്പൊ SMF ഒക്കെ രൂപീകരിച്ചത്. അത് കൂട്ടായ പ്രവർത്തനം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ അംശിക്കുന്ന സൃഷ്ടിനെ അതോടെ പഠിച്ചിട്ടില്ല. തങ്ങള് ദഅവത്ത് ചെയ്തപ്പം ചെയ്ത് വലിയൊരു ഫലമൊന്നും കിട്ടണില്ല. വലിയ ഗതിയേട്, മുശ്രിക്കുകളൊക്കെ മേത്ത് കിടക്കുന്ന തോതിൽ. പുണ്യനബി പറഞ്ഞു, അബൂജഹലും ഉമറും മറ്റേ സൈഡിൽ നിൽക്കുന്ന കാലത്തോളം ഈ പണി ഇവിടെ നടത്തി കയറില്ല. ആരാ പറഞ്ഞു? അല്ലാഹു റസൂൽ. 2 നമ്മളെ ശേരിക്ക് വരാതെ കഴിയൂല. അവരവിടുത്തെ വലിയ രാജാക്കന്മാരും ഉമറാക്കളുമാണ്. അവർ 2 കൂടി എതിർ സൈഡിൽ നിന്നാൽ സാധിക്കുകയായിരിക്കും. ഒന്നുകൂടി കിട്ടിയാൽ നമുക്ക് നല്ല നോക്കാം. അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നത്. ഇതിന്റെ ശേഷമാണ് ആ ഉമറാക്കൽപ്പെട്ട മഹൽ വ്യക്തി
വന്നതിന് ശേഷമാണ് ഒരു വെളിച്ചം വീശിയത്, ഒന്ന് പുറത്തേക്കിറങ്ങിയത്. മറ്റെവിടെ മൂലക്കളൊക്കെ ഉത്തരന് ദേവതീജിയായിരുന്നു. അപ്പം നമ്മളെ ഈ കൂട്ടത്തിൽ ഉമറ ഉലമ സംഗമമാണ് യഥാർത്ഥത്തിൽ ഇത്. നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. ബഹുമാനപ്പെട്ട ദീനിനെ വളർത്തേണ്ട വല്ല ചുമതലയും ഉണ്ട്. നമ്മുടെ നാടിലൊക്കെ വലിയ പുരോഗതിയും മെച്ചവുമാണ് എന്നൊക്കെ നമ്മളെല്ലാവരും പറയും. പഴയ കാലത്തേക്കാൾ അപ്പാപ്പാരൊക്കെ പാളയെത്തിച്ചലായിരുന്നു. ഇപ്പൊ നമ്മളൊക്കെ സ്വിച്ചിട്ടാൽ കാറ്റാൽ. പഴയ കാലത്തൊക്കെ പഴയ കാലത്ത് 5ന്റെ വിളക്ക് വെച്ചുകൊണ്ടാണ് വെള്ളമൊക്കെ പറയുന്നത്. പിന്നെ ഒന്നുകൂടി പരിഷ്കരിച്ചപ്പോൾ ഒരു പെട്രോമെക്സ് ആയി. അത് ഇടക്കിടക്കിറക്കോ എന്ന് ഇങ്ങനെയൊന്നാണ് ഇങ്ങനെ ചാമ്പിയിട്ട് ഇങ്ങനെ ജോറാക്കലാണ് അക്കാലത്ത് അങ്ങനെയാണ്. പിന്നെ ഇങ്ങനൊക്കെ ആയി. അപ്പൊ നമ്മളെ നാട് വലിയ പുരോഗതിയിലാണ്. പിന്നെ വിശാലമായ റോഡ്, നല്ല വാഹനങ്ങൾ. പഴയ കാലത്തൊക്കെ ഹൗദിലൊക്കെ വെള്ളം മുക്കാൻ വെള്ളം കോരി പറഞ്ഞിട്ട് എടുത്തുണ്ട്. അവന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ശമ്പളവും കാര്യമൊക്കെ ഉണ്ടോ, ഏത്തത്തുമ്പോ തൂങ്ങിയിട്ടാണ് വെള്ളം ഹൗദിലൊക്കെ നടക്കല്. അപ്പൊ വെള്ളം കോരിന് മറ്റൊക്കെ പിരിച്ചുവിട്ട് അല്ലെങ്കിൽ പിരിഞ്ഞു പോയി. കാരണം അവന്റെ ആവശ്യമില്ല, ഏത്തുമില്ല, അവനെ തൂങ്ങും വേണ്ട, സ്വിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം വേഗം ചാടിക്കൊള്ളും. ഇങ്ങനൊക്കെ ആയപ്പം നാട് വലിയ പുരോഗതിയാണ്, ഭയങ്കര പുരോഗതിയിലാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞൊരു മരമണ്ടൂസിനാവും ചെയ്യും. അപ്പൊ വലിയ ഇവിടെ നിന്നും സ്വിച്ചിട്ടാൽ അമേരിക്കയുള്ള വാർത്ത നമുക്ക് കേൾക്കാൻ കഴിയും. അത് സാധാരണ നമുക്ക് എല്ലാവർക്കും കഴിച്ചു. മുമ്പ് അങ്ങനെയൊന്നും ഇല്ലല്ലോ പുണ്യനബിന്റെ കാലത്ത്. എന്നാലും പുണ്യനബി പറഞ്ഞത് ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂ സാക്ഷിക്കും സുമ്മല്ലദീന യലൂനഹും. ലോകം കണ്ട നൂറ്റാണ്ടുകളിൽ വെച്ച് ഏറ്റവും പുരോഗതിയുള്ള നൂറ്റാണ്ട് ഞാൻ ജീവിച്ച നൂറ്റാണ്ടാണ്. പിന്നെ അതിനോടടുത്ത 300 നൂറ്റാണ്ടുകൾ അതിനെ കമച്ചു വെക്കുന്ന പുരോഗതിയുള്ള ഒരു കാലഘട്ടം ദുനിയാവിൽ ഉണ്ടായിട്ടില്ല. ഇന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഒട്ടകപ്പുറത്ത് ഇങ്ങനെ നടക്കുകയാണ്. അന്ന് വാഹനോ ഇന്നോ വണ്ടിയോ വിശാലമായ റോഡോ ഒന്നുമില്ല. എന്നിട്ടും പുണ്യ നബി പറഞ്ഞ് ലോകം കണ്ട നൂറ്റാണ്ടുകളിൽ വെച്ച് ഏറ്റവും പുരോഗതിയുള്ളത് എന്റെ നൂറ്റാണ്ടാണ്. അതെന്താ ഈ പുരോഗതി 2 ജാതിയുണ്ടെന്നായി. തങ്ങൾ പറഞ്ഞ പുരോഗതി വേറെ, നമ്മളിപ്പോഴെ പറഞ്ഞ നമ്മളെ നാടൻ പുരോഗതി വേറെ. തങ്ങൾ പറഞ്ഞ പുരോഗതിന്റെ ഷോർട്ട് ഒരു മഹല്ലത്തിൽ, ഒരു നാട്ടിൽ സ്വാലിഹീങ്ങൾ നിറഞ്ഞു നിൽക്കുക, സകല ആളും സാക്ഷിക്ക് പറ്റിയവരാണ്. ഇല്ലൽ ഫാസിഖ് അവിൽ ഫാസിഖാനി. ആ നാടാകെ അരിച്ചു പൊറുക്കുകയാണെങ്കിൽ 1 or 2 തമ്മാടികളെ കൊടുക്കും. ബാക്കിയുള്ളതൊക്കെ മുത്തഖീങ്ങളും സാലിഹീങ്ങളും. ഇതാണ് സാക്ഷാൽ പുരോഗതി. ഒരു നാട്ടിൽ സാലിഹീങ്ങൾ മുത്തഖീങ്ങൾ നിറഞ്ഞു നിൽക്കുക. ഇതാണ് നാട്ടിന്റെ ഒറിജിനൽ ശരീഅത്ത് അംഗീകരിച്ച പുരോഗതി. അതാ പുണ്യനബിന്റെ കാലത്ത് ഒരു സ്ത്രീ മക്കയിൽ നിന്ന് ഒറ്റക്ക് മദീനയിൽ പോയി, അവിടുന്ന് മസ്ജിദുൽ അഖ്സയിൽ പോയി മടങ്ങിയിട്ട് വന്നാൽ രോമത്തിന് കേടുപറ്റു. ആ കാലഘട്ടം ഇതാ നാട്ടിലൊക്കെ അധികം സ്വാലിഹീങ്ങളും മുത്തഖീങ്ങളുമാണ്. 1 or 2 ഫാസിഖീങ്ങളുമാണെങ്കിൽ കിട്ടിയെന്ന് വന്നേക്കും. എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ ആ ജനങ്ങളോട് നീ സംസാരിച്ചാൽ തള്ളപ്പെടും, എന്റെ വാക്ക് വില വെക്കൂലയാണ്. ഈ ഒരവസ്ഥ നാട്ടിലുണ്ടാകുക, അതാണ് സാക്ഷാൽ പുരോഗതി. മറിച്ച് ഇതിന്റെ എതിര് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله.
ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. لا حول ولا قوة إلا بالله. لا حول ولا قوة إلا بالله. لا حول ولا قوة إلا بالله. لا إله إلا الله اللهم صل على محمد. മറിച്ച് അനാചാരങ്ങളും തമ്മാടിത്തരങ്ങളും വർദ്ധിച്ചു നാട്ടിൽ. സാക്ഷിക്ക് പറ്റിയ ആളുകൾ വളരെ പ്രയാസം. ഇല്ലൽ ഫഖീഹ വിൽ ഫഖീഹാനി, ഒന്നോ രണ്ടോ ആലിമീങ്ങൾ ആകെ തെരഞ്ഞു നോക്കിയാൽ കിട്ടും. പക്ഷേ ഇതാ തക്കല്ലമ്മാവുന തഖാഫുമിയ, അവരെന്തെങ്കിലും അവരുടെ അഭിപ്രായപ്പെട്ടാൽ അരക്കായിക്കൊലു വിലക്കുക. കാരണം ഫാസിഖീങ്ങൾ മോശക്കാരാണ് നാട്ടിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇത് നാട്ടിന്റെ അധോഗതിയാണ് എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുരോഗതി രണ്ടിയാതിയുണ്ട്. ആദിലീങ്ങൾ സാക്ഷിക്ക് പറ്റിയ ആളുകൾ നിറഞ്ഞു നിൽക്കുക, ഇതാ സാക്ഷാൽ പുരോഗതി. അതിന്റെ എതിരുള്ള ആളുകൾ നിറഞ്ഞു നിൽക്കുക, ഒന്നിനും പറ്റാത്ത ആളുകൾ, ദീനുമായിട്ട് ബന്ധമില്ലാത്തവരെ നിറഞ്ഞു നിന്ന്. അതിനിപ്പം റോഡ് വലിയ വിശാലമുണ്ടായാലും എന്ത് സൗകര്യം ഉണ്ടായാലും അത് ശരിയായി അംഗീകരിക്കുന്ന പുരോഗതിയാണ്. മഹല്ലത്തുകളിൽ വേണ്ടത് ഇതാണ്. ബഹുമാനപ്പെട്ട ദീൻ ഉൾക്കൊള്ളുന്ന ആളുകളുണ്ടാണ്. ഇനി പ്രവർത്തിക്കേണ്ടത് ഓരോ മഹല്ലത്തുള്ള ഉലമാ ഉമറാക്കളാണ് പ്രവർത്തിക്കേണ്ടത്. അത് നടന്നിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ കുറ്റക്കാരാവും, ഉത്തരവാദിത്തപ്പെട്ടവരാവും. എന്തിനാ നിങ്ങൾക്കൊക്കെ കഴിവും പ്രാപ്തി തന്നതെന്ന് ശരിയായിട്ട് ചോദിക്കുന്നത്? ഇതാപ്പം നിങ്ങൾക്കായിട്ട് നിന്നിട്ട് ഇവർക്ക് കൊടുത്തു. ഇതിനു വേണ്ടിയാണ് ഈ കാര്യമായിട്ട്. നിങ്ങളെ മക്കളെ കെട്ടിച്ചുകൂടെ? കെട്ടിച്ച നല്ല വീടൊക്കെ എടുത്തുകൂടെ എടുക്കുക. ഒന്നും പാടില്ല, ഞാൻ ശരിയാ പറഞ്ഞില്ല. അതോടുകൂടെ ദീനിന്റെ കാര്യം നോക്കണം. ഇതിനുവേണ്ടിയാണ് കഴിവ്. ഇത്രയോ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ശരീഅത്ത് പറയുന്നത് ഫഅലാമയാസീരിൽ മുസ്ലിമീ, ആ സംഗതി ചെയ്യേണ്ടത് മുസ്ലിമീങ്ങൾപ്പെട്ട കഴിവുള്ളവരെ ഉത്തരവാദിത്തമാണത് എന്ന് പറയുന്ന പല സ്ഥലങ്ങളും ശരീഅത്തിലുണ്ട്. ഇപ്പൊ ഒരാൾ പോലും ഇല്ലാത്തൊരു മക്കളൊന്നും ഒന്നും ഇല്ലാത്തൊരു ആള് വെച്ച് ഇവിടെ എന്നാ അവനെ കുളിപ്പിക്കണം, മറയിക്കണം, അതിന് കുറെ ചെലവുകളുണ്ട്. ആരാണ് ചെയ്യേണ്ടത്? ഫഅലാമയാസീരിൽ മുസ്ലിമീ, ഉള്ള മുസ്ലിമീങ്ങൾപ്പെട്ട കഴിവുള്ളവർ അത് ചെയ്തോളണം. അപ്പൊ അവർക്ക് കുറെ ഉത്തരവാദിത്തമുണ്ട്. അതിനാണ് ആ കഴിവൊക്കെ കൊടുത്തത് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്നത്. ബഹുമാനപ്പെട്ട ദീൻ നിലനിന്നില്ലെങ്കിലുള്ള കേട്. അനാചാരം ഇവിടെ വർദ്ധിച്ചാൽ പിന്നെ ദുനിയാവിന്റെ മുകളിൽ ആകാശത്തിന്റെ കീഴിൽ പാർക്കാൻ കഴിയൂലെന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഈ 7 ആകാശം, ഈ സൗകര്യം, ഈ സൂര്യൻ, ചന്ദ്രൻ, ഭൂമിയുള്ള ഈ കോടാനകോടി വസ്തുക്കൾ, കടുവിന്റെ മണി വരെ, അതിന്റെയും ചെറിയത് മണൽത്തരി വരെ, ഇതിനാണ് അത് സൃഷ്ടിച്ചത്. അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി പക്ഷം പരിശുദ്ധ ഖുർആൻ ഖലഖക്കും മാ ഫിൽ അർളി ജമീഅ, നിങ്ങളെന്തിനാ അവിടെ മാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ഇബാദത്തിന് വേണ്ടിയാണ് ജിന്നിൻസിനെ പഠിച്ചത്. അപ്പൊ ആകെ ഷോർട്ട് ഈ ലോകം ചരാചരം മുഴുവൻ സൃഷ്ടിച്ചത് ഇൽമ ഇബാദത്തിന് വേണ്ടിയാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ. അതിവിടെ ഇല്ലെങ്കിൽ ഇവിടെ പാർക്കാൻ കഴിയില്ല. മുന്നബി പറഞ്ഞ് അനാചാരം വർദ്ധിച്ചാൽ ഫർതഖിബു റീഹൻ ഹംറാ, കൊടുങ്കാറ്റ് വമ്പിച്ച സുനാമി നിങ്ങൾക്ക് കാത്തു നിൽക്കാം. ഇതിന്റെ പിന്നിൽ വരുന്ന ആളാണ്. നിങ്ങൾ കുതിര വിട്ടിട്ട് ഈ 7 ആകാശ ചോട്ടിൽ ഇങ്ങനെ കയ്യും ചെയ്ത് നടക്കേ, അത് നീണ്ടുപോകില്ല. കൊടുങ്കാറ്റ് നിങ്ങൾക്ക് കാത്തു നിൽക്കാം. വസൽസലത്തൻ, ഭൂമി കുലുക്കം നിങ്ങൾക്ക് കാത്തു നിൽക്കാം. വഖദ്ഫൻ വഖസ്ഫൻ വമസ്ഖൻ, ആളെ ഭൂമി വിഴുങ്ങൽ, ആളുകൾ തന്നെ സ്വയം കോലം മാറി വേറെ ഏതോ മൃഗമായി മറയൽ, ഇതൊക്കെ നടക്കും. വഖദ്ഫൻ, ആളില്ലാത്ത ഏറ്,
മൂർത്തായിലാണ് വീണാൽ അത് പോണ പോക്ക് അപ്പം വീണുവൻ. ആ ജാതി ഏറ് ആയാത്യന്തത്താബഴവും തുടരെയുള്ള അനിഷ്ട സംഭവങ്ങൾ നിങ്ങൾക്ക് വരും. കാരണം ഇവിടെ ഈ സൗകര്യമൊക്കെ ചെയ്ത് ഇവിടെ ഉതരാനല്ല. അങ്ങനെ വിട്ടുപോവുകയാണെങ്കിൽ ഭൂരിപക്ഷം അങ്ങനെയാണെങ്കിൽ പോയി ഓർത്ത് എന്ന് പറയും. ഇന്നിപ്പോ നമ്മൾ പേപ്പർ ഇങ്ങനെ വായിക്കുക, എഴുത്ത് നേരം മുത്തപ്പോഴേക്ക് ശവപ്പറമ്പായി. എന്റെ തലേന്ന് വളരെ സജീവമായ നാട് ഒരൊറ്റ വറക്കൽ. പേപ്പർ പറഞ്ഞ് എഴുത്ത് നേരെ പുറത്തപ്പോൾ ശവപ്പറമ്പ് നന്നായിട്ട് തമർന്നുപോയി. മുക്കാലരക്കാലാളും രാത്രി തന്നെ പണി കഴിഞ്ഞ് കുറെ ആളുകൾ വീണ് ഇടുപ്പിന്റെ ഉള്ളിൽ കൂടുതലിങ്ങനെ നിളവിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ നിളവിളി മാറ്റിയത് തന്നെ. പിന്നെ ശവപ്പറമ്പാകുക ചെയ്തത്. ഒരൊറ്റ കുലുക്കം. മുമ്പ് സുനാമി ഉണ്ടായി. 2.5 മിനിറ്റാണെന്നും 3 മിനിറ്റാണെന്നും വമ്പിച്ചൊരു കാറ്റ് 3 ലക്ഷം ആളുകൾ തമർന്നു എന്നുള്ള അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഇന്നും ജപ്പാനിൽ ഭൂകമ്പം. ഇന്നത്തെ പേപ്പറിലും ഇതിന് മുമ്പും ജപ്പാൻ ചമ്മലയിൽ പോയി ഓരോ ഏരിയകൾ. പാകിസ്ഥാൻ വറവറച്ചു. ഇങ്ങനെ പുണ്യനബി പറഞ്ഞ വിഷയങ്ങൾ ലോകത്തിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുല്ലപ്പെരിയാർ ആ ഭാഗങ്ങളിലൊക്കെ ഭൂമികുലുക്കത്തിന്റെ സ്വഭാവമുണ്ട്. ഇതിനകത്ത് ഈ തർക്കമൊക്കെ വരേണ്ടത് ഇനി പൊട്ടിത്തമർന്നു പോവും, അയച്ച് കഷണം കെട്ടണ്ട, അതിന് കാര്യമായ വിഷയം തന്നെ ഇമെന്നാണ്. ഇത് പുണ്യനബി പറഞ്ഞതാണ്. അങ്ങനെ പാർത്ത് പോകാൻ കഴിയൂല. കാരണം അങ്ങനെ ഉദരടാണ്ടാക്കിയല്ലത്. അതിനൊരു 8-10 ദാർപ്പായിന്റെ വിരിച്ചു കൊടുത്താൽ പോലെ വിളിച്ചാണ്. ഇങ്ങനെ ഈ 7 ആകാശം ഭൂമിയൊക്കെ അതിന് വാങ്ങും. അപ്പൊ ഇതൊക്കെ പാടെ ചെയ്തത് അതിനൊന്നുമല്ല. അപ്പൊ ഇവിടെ നടക്കാഞ്ഞാൽ അടിച്ചു വീശും എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട ദീനു വേണ്ടി നമ്മൾ കഴിവിനനുസരിച്ച് നമ്മൾ എല്ലാ സമയത്തുമാണെന്നല്ല, കുറെയൊക്കെ അധ്വാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ദീനു വേണ്ടി കുറെ സമയം ഞാൻ ചെലവഴിച്ചുകൊണ്ട് തലമുടി ഗുൽമാലുണ്ടാക്കുക എന്നല്ല, മഹല്ലത്തിൽ ദീനീയ സ്വഭാവം ഉണ്ടാക്കാൻ പ്രവർത്തിക്കേണ്ട കടമ ഉള്ള ഉലമാവിനോ മുറാക്കൾക്കുമാണ്. അത് പ്രത്യേകം ഛർദ്ദിച്ചുകൊണ്ട് നാം മുന്നോട്ട് നീങ്ങണം. ഒരു മഹല്ലത്തുള്ള പ്രധാനികൾ കൂടിയാൽ പലതും അവർക്ക് ചെയ്യാൻ കഴിയും. യോജിച്ചാൽ ചെയ്യാൻ വേണ്ടിയാണ് ആ കഴിവും കാര്യമൊക്കെ കൊടുത്തത് നമ്മൾ മനസ്സിലാക്കണം. അതിനു വേണ്ടിയൊക്കെയാണ് നമ്മുടെ ഈ സംഗമം രൂപീകരിച്ചത്. അത് വെറും വയത് കേട്ട് പോയാൽ മാത്രം പോലെ പ്രവർത്തിക്കണം. പ്രവർത്തിക്കാഞ്ഞാൽ നമുക്ക് ഈ നിയമത്തുകളെ പറ്റി ചോദിക്കപ്പെടും. നമ്മുടെ ഈ കൂടല് ബഹുമാനപ്പെട്ട ദീന് ഉപകാരപ്പെടുന്ന ഒരു കൂടലായി അല്ലാഹു തആല ആക്കി തീർക്കട്ടെ. ദീന് ഖിദ്മത്ത് ചെയ്യാൻ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാ ആഫാത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ട് നമ്മളെയും കുടുംബാദികളെയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. വലിയ വലിയ സോക്കടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ദീൻ പോയാൽ ഇതിനെ വരാനുള്ള വലിയ സോക്കടുകളാണ്. നബി പറഞ്ഞതാണ്. അങ്ങനെ അത് പല ജാതി പനിയും പനിക്ക് പേരിട്ട് കഴിഞ്ഞിട്ട് പിന്നെ എലിപ്പനി, തക്കാളിപ്പനി, വെണ്ടക്കപ്പനി ഇങ്ങനെയൊക്കെ പേരിട്ടുകൊണ്ട് തീർക്കാണ്. പേര് കിട്ടണ്ടേ? ആ ജാതി പലതും വരും എന്ന് നബി പറഞ്ഞതാണ്. അപ്പൊ അങ്ങനത്തെ ആഫാത്തുകളിൽ നിന്നൊക്കെ അല്ലാഹു മഹദ് ഫളിലായി നമ്മളെ കാത്തു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് തൽക്കാലം ഞാൻ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും.